ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സോൾ. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം, ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത്. എല്ലാ ദിവസവും വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോ ഇടണം, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ ഷോർട്സ് എടുത്ത് അതിൻ്റെ കൂടെ ആയി അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഒരു പെരുന്നാൾ വൈബ് വീഡിയോ കണ്ടിട്ട് വന്നാലോ. മാതാവ് മഞ്ഞുകൊണ്ട് ജനങ്ങളെ രക്ഷിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടിപ്പു സുൽത്താൻ്റെ ആക്രമണ സമയത്തെ ആളുകളൊക്കെ ആ സമയത്ത് പള്ളിയിൽ അഭയം തേടി. അപ്പോൾ മാതാവ് ഈ പ്രദേശം മുഴുവന് നല്ല കനത്ത മഞ്ഞുകൊണ്ട് മൂടി. അതുകൊണ്ട് അക്രമികൾക്ക് പള്ളി കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് വിശ്വാസം. ഈ വിശ്വാസമായിട്ട് ചേർന്ന് നിൽക്കുന്ന ദേവാലയമാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലുള്ള ഞങ്ങളുടെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക. ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ജൂലൈ 30-ന് കൊടിയേറിയിട്ട് ആഗസ്റ്റ് 5-നാണ് പ്രധാന തിരുനാൾ. പിന്നെ ആഗസ്റ്റ് 15 വരെ പെരുന്നാൾ വൈബായിരിക്കും. ആഗസ്റ്റ് 15ഓടുകൂടി പെരുന്നാൾ സമാപനം നടക്കും. ഒരുപാട് ചെറിയ ചെറിയ കടകളും ഫുഡ് സ്റ്റാളുകളും ഡ്രസ് ഹാളുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ പള്ളി നല്ല അതിമനോഹരമായിട്ട് ലൈറ്റ് കൂടി അലങ്കരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആകെ മൊത്തം ഒരു പെരുന്നാൾ വൈബ് തന്നെയായിരിക്കും. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പള്ളിപ്പുറം പെരുന്നാൾ വരാൻ കാത്തിരിക്കുമെന്ന്. കുടംപുളിയും ചട്ടിയും കാലവും അതേപോലെ സബർജിയിലേക്ക് വാങ്ങിക്കാനായിട്ട്. അതിന് ഇപ്പോഴും കുറവൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും നമ്മളൊക്കെ പറയും, എന്തെങ്കിലും വാങ്ങിക്കണ കാര്യം പറയുമ്പോൾ പള്ളിപ്പുറം പെരുന്നാൾ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് അപ്പം വാങ്ങിക്കാമെന്ന്. പണ്ടൊക്കെ സബർജിയിലേക്ക് കൂടുതൽ കാണുന്നത് പള്ളിപ്പുറം പെരുന്നാളിനായിരുന്നു. അതേപോലെ തന്നെ നിരോധനമൊക്കെ കഴിയുമ്പോൾ കടൽ വെഞ്ചിരിപ്പ് എന്നും പറഞ്ഞ് ഇങ്ങനെ ബോട്ടിൽ പോണത് അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഈ പള്ളിയിൽ. ഞങ്ങൾ ഇന്ന് പോയിരിക്കുന്നത് ഞായറാഴ്ചയാണ്. അപ്പുറം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല, അത്രയും തിരക്കായിരുന്നു. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ തിരക്കുണ്ടാവും. കാരണം നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോണേന് ക്യൂ നിന്ന് പോകണം, തിക്കിഞ്ഞരിങ്ങി അങ്ങനെയൊക്കെ പോകില്ലേ, അങ്ങനെ പോകണ്ടായിരുന്നു. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അത്രയ്ക്ക് തിരക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് കണ്ടത് നമ്മുടെ ബബിൾ ടീ ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഫ്ലവേഴ്സിൽ ഐസ്ക്രീം പാർലർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവങ്ങളില്ലേ, മോമോസ്, അത് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് എല്ലായിടത്തും തീർന്നു കേട്ടോ. ആദ്യം എല്ലാവരും വന്ന് ക്യാച്ച് ചെയ്യണത് ഇവിടെ ഇരിക്കുമല്ലോ. നമ്മൾ ഗേൾസ് എപ്പോഴും കയറി പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ കമ്മൽ സെക്ഷനിലായിരിക്കുമല്ലോ. ഇവിടെ കുറേ ഫാഷൻ കമ്മൽ, അതേപോലെ ഏതെടുത്താലും 3 മുറത്തിന് 100 രൂപ, അങ്ങനെയൊക്കെ അതിൽ കുറേ കടകളുണ്ട്. പിന്നെ ഫുഡ് സ്പോട്ട് എന്ന് പറയാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോണത് ബജിക്കടയിലായിരിക്കും. മുളക് ബജിയും മുട്ട ബജിയൊക്കെയാണ് ഞങ്ങളെപ്പോഴും ചെല്ലുമ്പോൾ വാങ്ങിക്കുന്നത്. നമ്മളെപ്പോഴും കഴിക്കാറുണ്ടെങ്കിലും അവിടെ നിന്ന് തിന്നുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും. അതേപോലെ തന്നെ ഈ പ്രാവശ്യം പായസം ഉണ്ട്, അടപ്രഥമനും പരിപ്പ് പായസവും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 30 രൂപയായിട്ടാണ് കൊടുക്കണേ കേട്ടോ. പിന്നെ ഞങ്ങളതേ ബബ്ലൂസിന് വേണ്ടി കളിപ്പാട്ടങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കണമായിരുന്നു. പക്ഷേ ബബ്ലൂസിനെല്ലാം ആ ഗത പോലത്തെ സംഭവങ്ങളില്ല, അതൊക്കെ തൊടുമ്പോൾ ഇങ്ങനെ പഞ്ഞിപ്പല്ലേ, അതുകൊണ്ട് പേടിയാണ്. ബോളാണ് അവൻ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ വീട്ടിൽ നിറയെ ബോളുള്ളതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഒരു ഫോൺ പോലത്തെ കളിക്കണതും വാങ്ങിച്ച്. പിന്നെ അവിടെ വെച്ച് നനു ചേച്ചീനെയും അമ്മൂല്ലുമ്മനെയൊക്കെ കണ്ട് അങ്ങനെ അവർ ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ട് നടന്നത്. ഇപ്പോഴാണ് നമ്മുടെ ആ പള്ളിയുടെ ഫുൾ ലുക്ക് നമുക്ക് കാണാൻ പറ്റണത്. നല്ല രസമാണ് കാണാനായിട്ട്. ഈ പ്രാവശ്യം ഒരുപാട് ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ രൂപത്തിൻ്റെ ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് വൈബ് ആണ് സൂപ്പർ കാണാനായിട്ട്. ഇതേപോലെ കുറേ ലൈറ്റ് ഫ്രണ്ട് വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണിത്. ഇതുപോലത്തെ സംഭവത്തിൽ മാതാവ് ഇങ്ങനെ മിന്നി മറയണതും അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഒരു കൊല്ലം പോലും നമ്മൾ മിസ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്ന പെരുന്നാളാണ് നമ്മുടെ പള്ളിപ്പെരുന്നാൾ. പള്ളിപ്പുറത്ത് നമ്മൾ ഇവിടെ പള്ളിക്കേ പോവാന്നാണ് എപ്പോഴും പറയണത്. ഇവിടെ വെച്ചാണ് നമ്മൾ പണ്ടത്തെ ഫ്രണ്ട്സിനെ 10 പഠിച്ചിരുന്നതും +2 പഠിച്ചിരുന്നതും അങ്ങനെ പണ്ടത്തെ ഫ്രണ്ട്സിനെയൊക്കെ കാണുക. കാരണം ചെറായി, മുനമ്പം, പള്ളിപ്പുറം, കുഞ്ഞിത്തായി, മാലയങ്കര ഇവിടെയുള്ള എല്ലാവരും വരും. പുറത്തുനിന്ന് ആൾക്കാരും വരുന്നുണ്ടാവും. ഇവിടങ്ങളിലെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ പള്ളിപ്പുറം പെരുന്നാളും ചെട്ടിക്കാടിലെ അന്തോണിച്ചുണ്ണികളുടെ പെരുന്നാളൊക്കെ ആയിരിക്കും. കഴിഞ്ഞ വർഷം ബബ്ലൂസിനെ കൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വൈകുന്നേരമാണ് പോയതെന്ന്, ചെറുതല്ലേ, അപ്പോൾ രാത്രി പോകാനായിട്ട് നിന്നില്ല. അന്നും എന്താണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് നോക്കിയിരിക്കണ കുഞ്ഞു ബബ്ലൂസായിരുന്നു. ഇന്ന് ഇവിടെ പള്ളിമുറ്റത്ത് ഓടി നടക്കണമായിരുന്നു കേട്ടോ. നിർത്തിയിട്ട് ഓടിയിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്തോട്ടേ വരുന്നില്ല, പുള്ളിക്ക് ഓടിക്കൊണ്ടിരിക്കണം. പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കണമായിരുന്നേ. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുൻവശത്തൂടി കയറി പിന്നെ ഒരു റൗണ്ട് അടിച്ച് അങ്ങനെ ഫുള്ള് പള്ളി ചുറ്റും നടന്ന് ഏതൊക്കെ കടകളുണ്ട്, ഏതൊക്കെയാണ്
കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിയത് നമ്മുടെ നനു ചേച്ചീനെയും അമ്മൂലുമ്മനെയും വലിയച്ഛനെയൊക്കെ കണ്ടുമുട്ടിയിട്ടാണ് നമ്മളവിടെ വെച്ച്. ഇങ്ങനെ ഓരോ പലരെയും നമ്മളെ കാണാത്ത പലരെയും നമ്മളവിടെ വെച്ചായിരിക്കും മിക്കപ്പോഴും കാണുന്നതും വർത്തമാനം പറയണതൊക്കെ കേട്ടോ. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ നമ്മുടെ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് സ്നോ. കുറേ നാളായല്ലോ നമ്മളിങ്ങനെ ലോങ് വീഡിയോയിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടൊക്കെ. ഷോർട്സ് ഇടുമ്പോൾ കൂടിപ്പോയാൽ 3 മിനിറ്റ് അല്ലേ സംസാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും 60 സെക്കൻഡ് വീഡിയോ ഇട്ടിട്ട് പാട്ടിടണേല്ലേ, അപ്പോൾ സംസാരിക്കാനുള്ള ആ ഫ്ലോ അങ്ങോട്ട് പോയി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്ക് എവിടെ ഏത് പോയിന്റ് പറയണമെന്നൊക്കെ നമുക്കൊരു ഊഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പോൾ ആകെ എല്ലാം തകിടം മറിഞ്ഞു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഈ കാണുന്ന ഡാൻസ് നമ്മുടെ മാലിങ്കര പാലം കയറിയപ്പോൾ ബോട്ട് കാണുന്നതിൻ്റെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം.